ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും പരീക്ഷാ തിരക്കിലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സുമായിട്ടല്ല, കേരളവുമായി ബന്ധപ്പെട്ട 50 കറണ്ട് അഫെയർ ചോദ്യത്തിൻ്റെ ഒരു ഫാസ്റ്റ് റണ്ണുമായിട്ടാണ് ഇന്ന് ഈ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യമായിട്ട് തന്നെ നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTCയിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃപ്പങ്ങോട് പഞ്ചായത്താണ്. ഏത് ജില്ലയിലാണ് തൃപ്പങ്ങോട് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. അപ്പം ആദ്യമായിട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും KSRTCയുടെ സൗജന്യ ബസ് യാത്രയാണ്. ഏത് പഞ്ചായത്ത്? തൃപ്പങ്ങോട് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ വളപ്പിലാണ് ബുക്ക് വെൻഡിങ് മെഷീന് ആദ്യമായിട്ട് സ്ഥാപിതമായത്. ഈ ബുക്ക് വെൻഡിങ് മെഷീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് ഉള്ള ബുക്കിൻ്റെ ഐക്കൺസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ബുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴിയോ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ബുക്ക് നമുക്ക് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് വെൻഡിങ് മെഷീൻ കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ വളപ്പിലാണ്. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാനറ്റ്സ് ആണ്. ഗ്യാനറ്റ്സ് എന്ന പേര് മാത്രമേ കാണുള്ളൂ. അതായത് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനകത്തിലെ 17 അംഗ വനിതകളുടെ ഒരു ബാച്ചാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ഡൈവിംഗ് സംഘം. പേരോർത്തിരിക്കുക, ഗ്യാനറ്റ്സ് എന്നാണ് പേര്. 17 അംഗ സംഘമാണ് ഈ ഒരു ഗ്യാനറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഇനി നോക്കിയേ, ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധിയുടെ സഹായം ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം. അതേപോലെ തന്നെ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. ഇനി AI ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് പറയാനുള്ളത്. വ്യവസായ നയത്തിൽ AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും കേരളമാണ്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗപ്പെടുത്തിയ സംസ്ഥാനമാണ്. ക്ഷയരോഗ നിവാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ക്ഷയരോഗ നിവാരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. വ്യവസായ നയത്തിൽ AI നയം ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും അത് കേരളമാണ്. ഇനി കരിക്കിൻ തൊണ്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കേരളത്തിലെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. അപ്പം മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയമാണ് കരിക്കിൻ തൊണ്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത യൂണിവേഴ്സിറ്റി. ഇനി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉജ്ജാർ ഉളുവാർ ആണ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ ഇത് കേരളത്തിലല്ല നമുക്ക് തോന്നും, പക്ഷേ ഇത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഏത്? ഉജ്ജാർ ഉളുവാർ എന്ന് പറയുന്നത്. ജില്ലയായിട്ട് വേണമെങ്കിലും ചോദിക്കാം, എസ്പെഷ്യലി ഗ്രാമത്തിൻ്റെ പേരായിട്ട് തന്നെ ചോദിക്കാം. അപ്പം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമമാണ് ഉജ്ജാർ ഉളുവാർ, കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നോക്കി, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കുമരകവും 2 ബേപ്പൂരും. അപ്പോൾ ഏതാണ്? സ്വദേശി ദർശൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് ഏതൊക്കെ? കുമരകവും ബേപ്പൂരും. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചൊരു പോയിന്റ് ആയിരിക്കും. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് AS രാജീവാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഇനി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. നമ്മുടെ PSCയിലാണ് എന്ത് വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത്. ഇനി നോക്കി, വന്യമൃഗങ്ങളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ആനിമൽ ഹോസ്പേസ് നിലവിൽ വന്ന സ്ഥലമാണ് കുപ്പാടി സുൽത്താൻ ബത്തേരി. ഏത് ജില്ല? വയനാട് ജില്ലയിലാണ്. കുപ്പാടി സുൽത്താൻ ബത്തേരിയിലാണ്. ഈ ആനിമൽ ഹോസ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായാധിക്യം മൂലം വയ്യാതായിട്ടുള്ള മൃഗങ്ങളെയും അതേപോലെ തന്നെ പരിക്കേറ്റ് വയ്യാതായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യത്തെ ഹോസ്പേസ് സെൻ്ററാണ് ഏതെന്ന് പറയുന്നത് കുപ്പാടിയിൽ നിലവിൽ വന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പരിചരിക്കുന്നത് കടുവകളെയാണ്. അപ്പോൾ ചിലപ്പോൾ കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഹോസ്പേസ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കുപ്പാടി സുൽത്താൻ ബത്തേരി തന്നെയാണ് അതിന് ഉത്തരം.
ഇനി കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മുടെ സിയാലിനകത്താണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത്. ഇനി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊണ്ടോട്ടിയിലാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ BNS പ്രകാരം കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസ് കൊണ്ടോട്ടിയിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി സംസ്ഥാനത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി, ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ്, ആരാണ്? ഡോക്ടർ A. ജയതിലകാണ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാറാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാറാണ്. ഇനി മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 വരദേവി പുരസ്കാരം നേടിയത് പ്രൊഫസർ GN പണിക്കരാണ്. ഈ വരദേവി പുരസ്കാരമൊക്കെ നമ്മൾ അങ്ങനെ റെഗുലറായിട്ട് നോക്കുന്ന ഒരു പുരസ്കാരമല്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന പുരസ്കാരങ്ങളല്ലാതെ റെയറായിട്ടുള്ള പുരസ്കാരങ്ങൾ ചോദിക്കുന്നതുകൊണ്ടുകൂടി ആഡ് ചെയ്തൊരു പോയിന്റാണ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് വരദേവി പുരസ്കാരം. 2025 ഈ പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ GN പണിക്കരാണ്. ഇനി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിയ 2020-25 കാലഘട്ടത്തിലെ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിൽ 1ാം സ്ഥാനത്ത് വന്ന സംസ്ഥാനം കേരളമാണ്. അപ്പം ഇങ്ങനെ ചോദിക്കുകയുള്ളൂ, മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ഇവാലുവേഷനിൽ 1ാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. 1ാമതെത്തിയ സംസ്ഥാനം. ഇനി സംരക്ഷിത മേഖലകളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് നമ്മുടെ ഇരവികുളമാണ്. സംരക്ഷിത മേഖലകളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഇരവികുളമാണ്. ഈ ഇരവികുളത്തിനോടൊപ്പം ഈ ഒരു പദവി അല്ലെങ്കിൽ ഈ ഒരു നേട്ടം ഷെയർ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചിങ്ഹാമാണ്. ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ഹാമാണ് എന്ത് ചെയ്തത്, ഇരവികുളത്തോടൊപ്പം ഈ ഒരു സംരക്ഷിത മേഖലകളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്. ഇനി നോക്കി, കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വേണ്ടി നമ്മൾ വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ആണ് അസ്ത്ര V1 എന്ന ഡ്രോൺ. അപ്പോൾ ഇത് വികസിപ്പിച്ചത് നമ്മുടെ കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആരാണ് വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് എന്ത് വികസിപ്പിച്ചത്, അസ്ത്ര V1 വികസിപ്പിച്ചത്. അതായത് കാടിറങ്ങുന്ന മൃഗങ്ങളെ അവയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൗണ്ടും സ്മെല്ലും ഒക്കെ ഉപയോഗിച്ച് തുരത്തി ഓടിക്കുന്നതിനുള്ള സംവിധാനമുള്ളതാണ് അസ്ത്ര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതുപയോഗിച്ച് നമുക്ക് വന്യമൃഗങ്ങളെ മയക്കുപിടി വയ്ക്കാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ അതിനെ എവിടെയാണുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രോണാണ് അസ്ത്ര V1 എന്ന ഡ്രോൺ. ഇത് ഡെവലപ്പ് ചെയ്തത് കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇനി നോക്കി, പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയാണ്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരത്തിൻ്റെ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയാണ്. പ്രഥമയായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കി, ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് എറണാകുളം കളക്ടറായിട്ടുള്ള NSK ഉമേഷാണ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ പുരസ്കാരം നേടിയത്. മികച്ച സബ് കളക്ടറും എറണാകുളം ജില്ലയിലെ സബ് കളക്ടറായ K. മീരയാണ്. ഇനി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയാണ് രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കഥകളി കലാകാരി ആരാണെന്ന് ചോദിച്ചാൽ അത് രഞ്ജുമോൾ മോഹനാണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്ര സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്തെ മുട്ടത്തറയിലാണ് കേരളത്തിലെ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത്. ഇനി നോക്കിയേ, ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ചേവായൂർ കോഴിക്കോടിലാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനാണ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. ഇനി ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയത് മലയാളിയായ ശ്രേയസ് ഗിരീഷാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രേയസ് ഗിരീഷാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന വ്യക്തി എന്ന പദവിക്ക് അല്ലെങ്കിൽ ആ ബഹുമതിക്ക് അർഹനായത്. ഈ നോക്കി, N. രാമചന്ദ്രൻ പുരസ്കാരം നേടിയത് നമ്മുടെ ആക്ടിവിസ്റ്റും അഭിനേത്രിയുമായ ഷബാന ആസ്മിയാണ്. N. രാമചന്ദ്രൻ പുരസ്കാരം നേടിയത് ഷബാന ആസ്മിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം നേടിയത് കഥക് കലാകാരനായ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. അപ്പം
നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏത്? നിശാഗന്ധി പുരസ്കാരം. ആര് നൽകുന്നത്? സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. ഈ പുരസ്കാരം നേടിയ കഥക് കലാകാരനാണ് ആര്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് 2025 കേരളത്തിലെ 2 ബീച്ചുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കാപ്പാട് ബീച്ച് കോഴിക്കോടും അതേപോലെ ചാൽ ബീച്ച് കണ്ണൂരിലുള്ള ചാൽ ബീച്ച്. ഓപ്ഷനിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്നതാണ് ഏത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് 2025 2 ബീച്ചുകൾ നേടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കാപ്പാട് ബീച്ച് കോഴിക്കോടും 2 ചാൽ ബീച്ച് കണ്ണൂരും. ഇനി അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചത് പുലിക്കയം കോഴിക്കോടാണ്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോട് പുലിക്കയത്താണിത് സ്ഥാപിതമായത്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർത്തുമ്പി കുടനിർമ്മാണമാണ്. അട്ടപ്പാടിയിലുള്ള കാർത്തുമ്പി കുടനിർമ്മാണത്തെക്കുറിച്ചാണ് എന്ത് ചെയ്തത്? പ്രധാനമന്ത്രിയുടെ ജനങ്ങളുമായി സംവദിക്കുന്ന റേഡിയോ പരിപാടിയാണ് ഏതെന്ന് പറയുന്നത്? മൻ കി ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ കാർത്തുമ്പിയാണ്. എന്താണ് കാർത്തുമ്പി എന്ന് പറഞ്ഞാൽ? കുടനിർമ്മാണ സംരംഭമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമിയാണ്. ഇനി നോക്കിയേ, മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം എന്നറിയപ്പെടുന്നത് കുറ്റിച്ചലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്, അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് യൂസ് ചെയ്ത് അവരുടെ ട്രാൻസാക്ഷൻസ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായിട്ട് ഏത് മാറിയത്? കുറ്റിച്ചൽ, തിരുവനന്തപുരത്തെ കുറ്റിച്ചൽ മാറിയത്. ഇനി കേരളത്തിൽ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. ഇനി നോക്കിയേ, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്താണ് എന്ത്? തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? തുറമുഖ നാവിഗേഷൻ സെൻറ്റർ വരുന്നത് വിഴിഞ്ഞത്താണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് മദ്രാസ് IIT ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അക്ഷരനഗരി നമ്മൾ പറയുന്നത് എവിടെയാണ്? കോട്ടയമാണ്. അപ്പോൾ ഈ കോട്ടയത്ത് തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അക്ഷരം മ്യൂസിയം. കോട്ടയത്ത് നാട്ടകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് ഏതെന്ന് പറയുന്നത്? അക്ഷരം മ്യൂസിയം എന്ന് പറയുന്നത്. ഇനി വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മയാണ്. അടുത്തിടെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയാണ് ഏതെന്ന് പറയുന്നത്? ഉറ്റവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉറ്റവർ എന്ന കവിത രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2025 സംസ്ഥാന ഹരിത കേരളം മിഷൻ്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ച സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് അവനവൻചേരി, തിരുവനന്തപുരം. അവനവൻചേരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. തിരുവനന്തപുരത്തെ അവനവൻചേരി സ്കൂളിനാണ് 2025 ഹരിത വിദ്യാലയ പദവി ലഭിച്ചത്. ഇനി കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഉദയ ഡബിൾ ഡക്കർ ട്രെയിൻ. ഉദയ ഡബിൾ ഡക്കർ ട്രെയിൻ. ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തിയത് പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലാണ്. പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ് എന്ത് ചെയ്തത്? പരീക്ഷണ ഓട്ടം നടത്തിയത്. ഈ ഡബിൾ ഡക്കർ ട്രെയിനിൻ്റെ പേരാണ് ഉദയ ഡബിൾ ഡക്കർ ട്രെയിൻ. ഇതെന്താണ്? കേരളത്തിൽ ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിൻ്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് കെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ്? കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിൻ്റെ ഇടപാടുകാരെ സഹായിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റിൻ്റെ പേരാണെന്ത്? കെല്ലി എന്ന് പറയുന്നത്. ഇനി നോക്കി, 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് രാമൻ രാജമന്നൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. രാമൻ രാജമന്നനാണ് എന്ത്? 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ കേരളത്തിൽ നിന്നുള്ള ആദിവാസി രാജാവെന്ന് പറയുന്നത്.
ഇനി 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അസുഖമാണ് ലൈം രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബാക്ടീരിയ രോഗമാണ്. ഇതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൊറേലിയ ബർഗ്ഡോർഫെറി ആണ്. ബൊറേലിയ ബർഗ്ഡോർഫെറി ആണ് എന്ത് ചെയ്യുന്നത്, ലൈം രോഗമുണ്ടാകാൻ കാരണക്കാരനാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം ചെള്ള് കടിക്കുന്നതിലൂടെ പകരുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്, ലൈം രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത് ലൈം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിലാണിത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക. ബാക്ടീരിയയുടെ നെയിമും ഓർത്തിരിക്കുക. ഇനി നോക്കി, പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നിമാപ്സിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? ഇതുപോലത്തെ ജീവികളെ പുതുതായിട്ട് കണ്ടെത്തുന്ന ജീവികളെ ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ നിമാപ്സിസ് വാൻഗോഗി, ഈ പേര് ഓർത്തിരിക്കുക. ഇത് പല്ലി ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഇതാണ് ആ ജീവി. അപ്പം പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഇതിനെ കണ്ടെത്തിയതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി എന്നും ഇരുര ശെന്തുരണി എന്നും അറിയപ്പെടുന്ന 2 ചെലന്തികൾ, ഈ 2 പേരുകളും ഓർത്തിരിക്കുക. ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ ഒരു ചെലന്തിയാണ്. അതേപോലെ ഇരുര ശെന്തുരണി എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെലന്തിയാണ്. ഇതിനെ രണ്ടിനെയും കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ശെന്തുരണി വന്യജീവി സങ്കേതം. ശെന്തുരണി വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്, മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് എന്ന് പറഞ്ഞാൽ ശെന്തുരണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പോൾ ഹാബ്രോസിസ്റ്റം സഹ്യാദ്രിയും ഇരുര ശെന്തുരണി ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇരുര ശെന്തുരണി ഏത് വന്യജീവി സങ്കേതത്തിനാണെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണെന്ന് ചോദിച്ചാൽ ചെലന്തി ഇനമാണെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണപുരം, കണ്ണൂരാണ്. ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരമാണെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് ബേക്കലിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ് സ്കൈ ഡൈനിങ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഇനി സ്പേസ് എക്സ് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിർമ്മിച്ച ചെറു ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് നിള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സ്പേസ് എക്സ് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിന്നുള്ള ചെറു ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് നിള എന്നാണ്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോക്സ്ഡ് കേബിൾ സ്റ്റഡഡ് പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തോട്ടപ്പള്ളി നാലുചിറ പാലമാണ്, ആലപ്പുഴ ജില്ലയിലെ. എക്സ്ട്രാ ഡോക്സ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോട്ടപ്പള്ളി നാലുചിറ പാലമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പൊതുവിദ്യാലയങ്ങളിലെ 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചവർ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന 1ാം ക്ലാസ്സുകാരുടെ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് കുരുന്നെഴുത്തുകളെന്നാണ് ആ ഒരു പുസ്തകത്തിൻ്റെ പേര്. ഇത് എന്താണ്, 1ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയ കുറിപ്പുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്, കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്നത്. ഇനി എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ആര്, നഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, നഫ്രീന ലത്തീഫാണ്. അപ്പോൾ ഇത്രയാണ് കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്ന പോയിന്റ്സ് അധികം ഉണ്ടാവില്ല, അല്ലാതുള്ള പോയിന്റ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സമയം കിട്ടുന്ന പോലെ ഫാസ്റ്റായിട്ടെങ്കിലും ഓടിച്ച് പോയിന്റ്സിലൂടെ പോകാൻ ശ്രമിക്കുക. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.